ശിവകാർത്തികേയൻ നായകനാവുന്ന അമരൻ എന്ന ചിത്രത്തിന്റെ ടീസർ 2 ദിവസം മുൻപാണ് പുറത്തുവന്നത്. കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആർമി ഓഫീസറായ മുകുന്ദായാണ് ശിവകാർത്തികേയൻ എത്തുന്നത്. ഇപ്പോൾ ഈ ചിത്രം മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നാരോപിച്ച് സിനിമയ്ക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതിനു പിന്നാലെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി ഇറങ്ങുകയായിരുന്നു. സിനിമയിൽ മുസ്ലിങ്ങളെയും കശ്മീരിലെ ജനങ്ങളെയും തീവ്രവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. രാഷ്ട്രീയ പാർട്ടിയായ തമിഴക മക്കൾ ജനനായക കക്ഷി അതായത് TMJK ആണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. തിരുനെൽവേലി, തിരുച്ചിറപ്പള്ളി, തിരുപ്പൂർ, വെല്ലൂർ, ഗുണ്ടല്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ചിലയിടത്ത് പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. സിനിമയുടെ റിലീസ് തടയാൻ തമിഴ്നാട് സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന് പാർട്ടിയുടെ തിരുച്ചിറപ്പള്ളി ജില്ലാ സെക്രട്ടറി റയാൽ സിദ്ദിഖി ആവശ്യപ്പെട്ടു. കമൽഹാസന്റെ രാജ് കമൽ ഫിലിംസും സോണി പിക്ചേഴ്സും ചേർന്നാണ് നിർമ്മാണം എന്നതുകൊണ്ടുതന്നെ ശിവകാർത്തികേയനും കമൽഹാസനുമെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി. കമലിനെയും ശിവകാർത്തികേയനെയും ഗുണ്ടാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മേജർ മുകുന്ദ് എന്ന കഥാപാത്രത്തെയാണ് ശിവകാർത്തികേയൻ അവതരിപ്പിക്കുന്നത്. കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടുന്ന ഇന്ത്യൻ കരസേനയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ടീസർ വ്യക്തമാക്കുന്നത്. രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതമാണ് സിനിമയുടെ പ്രമേയമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2014 ജമ്മു കശ്മീരിലെ ഷോപ്പിയാൻ ഗ്രാമത്തിൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ നയിച്ച മുകുന്ദ് വരദരാജൻ പോരാട്ടത്തിൽ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചിരുന്നു. ചിത്രത്തിന്റെ ടീസർ ഷെയർ ചെയ്തുകൊണ്ട് മേജർ മുകുന്ദ് വരദരാജന്റെ ഭാര്യ ഇന്ദു റെബേക്ക വർഗീസ് വികാരഭരിതമായ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ശ്രദ്ധ നേടിയിരുന്നു. അമരൻ, മരണമില്ലാത്തവൻ, ഇത് എങ്ങനെ പറയണമെന്ന് ഞാൻ 1000 തവണ ചിന്തിച്ചു. പക്ഷേ എല്ലായ്പ്പോഴും എന്നെപ്പോലെ ഞാൻ ഹൃദയത്തെ അത് പറയാൻ പഠിപ്പിച്ചു. ഒരു ദശാബ്ദം കടന്നുപോയി. ഇപ്പോൾ വെള്ളിത്തിരയിൽ അദ്ദേഹത്തിന്റെ സ്മരണയും ദേശസ്നേഹവും എന്നേക്കുമായി അനശ്വരമാകുന്ന സമയമാണിത്. ഞാൻ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നു. പക്ഷേ ഈ ആവേശം എന്നേക്കുമായി മായാത്ത സങ്കടവും അനന്തമായ സ്നേഹവും അടങ്ങാത്ത പ്രതീക്ഷയും ചേർന്നതാണ് ഇന്ദു റെബേക്ക വർഗീസ് എഴുതുന്നു. 44 രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയനിൽ ആയിരുന്നു മേജർ മുകുന്ദ് വരദരാജൻ പ്രവർത്തിച്ചിരുന്നത്. സായി പല്ലവിയാണ് ചിത്രത്തിലെ നായിക. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീതം. റംഗൂൺ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 3 കാലഘട്ടത്തിലെ നായകന്റെ അവസ്ഥ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിൽ സ്കൂൾ വിദ്യാർത്ഥിയായി എത്തുന്ന ഭാഗമുണ്ടെന്ന് നേരത്തെ വിവരം പുറത്തു വന്നിരുന്നു. ഇതിനായി മെലിഞ്ഞ് കൗമാരക്കാരന്റെ ലുക്കിൽ ശിവകാർത്തികേയൻ എത്തിയത് വാർത്തയായിരുന്നു.